മദീന മുഴുവൻ ഇരുട്ടിലായ ആ വല്ലാത്ത ദിവസം നമ്മൾ വർണ്ണലൈറ്റുകൾ കത്തിച്ച് സന്തോഷിച്ചു കൊണ്ടിരിക്കുന്നു. മരണത്തിന് വല്ലാത്ത വേദനയാണ് ആയിഷ എന്ന് അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വിലപിച്ച ദിവസം നമ്മൾ കൊടിതോരണങ്ങൾ കെട്ടി ആഘോഷിച്ചു കൊണ്ടിരിക്കുന്നു. സ്വന്തം പ്രിയതമന്റെ മരണം മുന്നിൽ കണ്ട് ആയിഷ ബീവി തളർന്നുപോയ ആ ദിവസം നമ്മൾ നടുറോഡിൽ ജാഥ നടത്തി ആഘോഷിച്ചു കൊണ്ടിരിക്കുന്നു. നിറകണ്ണുകളുമായി വന്ന് എന്റെ കൂട്ടുകാരാ എന്ന് വിളിച്ച് ആ മുഖം കണ്ണുനീർ കൊണ്ട് നിറച്ച് അബൂബക്കർ റളിയല്ലാഹു അൻഹു കരഞ്ഞ ദിവസം നമ്മൾ ദഫ്മുട്ടി ആഘോഷിച്ചു കൊണ്ടിരിക്കുന്നു. എന്റെ ഹബീബ് മരിച്ചു എന്ന് ആരാണ് പറഞ്ഞത് എന്ന് പറഞ്ഞ് ഒരു കൊച്ചുകുട്ടിയെപ്പോലെ ഉമർ റളിയല്ലാഹു അൻഹു പൊട്ടിക്കരഞ്ഞ ദിവസം നമ്മൾ പായസം കുടിച്ച് ആഘോഷിച്ചു കൊണ്ടിരിക്കുന്നു. എന്റെ ഹബീബില്ലാത്ത മദീനയിൽ ഇനി ഞാൻ നിൽക്കില്ല എന്ന് ബിലാൽ റളിയല്ലാഹു അൻഹു പറഞ്ഞ ദിവസം നമ്മള് മധുരപലഹാരങ്ങൾ വിതരണം ചെയ്ത് ആഘോഷിച്ചു കൊണ്ടിരിക്കുന്നു. അള്ളാഹുവിന്റെ റസൂലിനെ നിങ്ങൾക്ക് എങ്ങനെ മറവ് ചെയ്യാൻ മനസ്സ് വന്നു അനസേ എന്ന് ഫാത്തിമ റളിയല്ലാഹു അൻഹ ചോദിച്ച ദിവസം നമ്മൾ ഭക്ഷണം കഴിച്ച് ആഘോഷിച്ചു കൊണ്ടിരിക്കുന്നു. അള്ളാഹുവിന്റെ റസൂലിനെ മറമാടുമ്പോൾ ഞങ്ങളെ തന്നെ വെറുത്തുപോയി എന്ന് അനസ് റളിയല്ലാഹു അൻഹു പറഞ്ഞ ദിവസം നമ്മള് ആഘോഷിച്ച് സന്തോഷത്തിൽ മുഴുകിക്കൊണ്ടിരിക്കുന്നു. അള്ളാഹുവിന്റെ റസൂലിനെ മറമാടിയപ്പോൾ തന്നെ ഞങ്ങളുടെ ഉള്ളിൽ ഫിത്ന ബാധിച്ചതുപോലെ തോന്നിയെന്ന് സ്വഹാബത്ത് പറഞ്ഞ ദിവസം നമ്മള് ഒരു കൂസലുമില്ലാതെ ആഘോഷിച്ചു കൊണ്ടിരിക്കുന്നു. ആകാശഭൂമികൾ കരഞ്ഞ ദിവസം, വീരന്മാരായ സ്വഹാബികൾ പൊട്ടിക്കരഞ്ഞ ദിവസം, സ്വഹാബത്തിൽ പലർക്കും ബോധക്ഷയം വന്ന ദിവസം, അന്ന് മുഴുവനും നമ്മള് സന്തോഷിച്ചു കൊണ്ടിരിക്കുന്നു. എന്നിട്ടും നമ്മൾ പറയുന്നു നമ്മളാണ് പ്രവാചക സ്നേഹികളെന്ന്. ഇനിയും ചിന്തിക്കാൻ സമയമായില്ല കൂട്ടരെ.